ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു, 2 ജവാന്മാർക്ക് പരിക്കേറ്റു. 8 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ സേന വധിച്ചു. നാരായൺപൂർ ജില്ലയിലാണ് 2 ദിവസമായി ഏറ്റുമുട്ടൽ തുടരുന്നത്. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഏറ്റുമുട്ടൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ ഈ മാവോയിസ്റ്റ് മേഖലയിൽ ഏറ്റുമുട്ടൽ കേൾക്കാതിരിക്കുകയായിരുന്നു. നിതിൻ, ഹാഷ്മി, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി നാരായൺപൂർ ജില്ലയിലെ അബൂജ് മണ്ഡി എന്ന മേഖലയിൽ, വനമേഖലയാണിത്, ഇവിടെ ഏറ്റുമുട്ടൽ നടന്നു വരികയായിരുന്നു. സംയുക്ത സേനയുടെ തിരച്ചിലടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പിന്നീട് 2 ദിവസം ഈ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ സേന പങ്കുവച്ചത്. 8 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നാണ് സേന അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഒരു ജവാൻ വീരമൃത്യു വരിച്ചു, 2 ജവാന്മാർക്ക് പരിക്കേറ്റുവെന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സേന പങ്കുവയ്ക്കുന്നു. ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കൂടാതെ ITBP ഇത്തരത്തിൽ സംയുക്തമായുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഈ അബൂജ് മണ്ഡിയിൽ നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നാരായൺപൂർ അതോടൊപ്പം തന്നെ ബസ്കർ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മേഖലയിൽ തിരച്ചിലും അതോടൊപ്പം തന്നെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നത്. ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും മേഖലയിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, 4 ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ദണ്ഡേവാഡ്, കാർവാർ അടക്കമുള്ള 4 ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ഓപ്പറേഷൻ, ഓപ്പറേഷനാണ് ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നത്. ഹാഷ്മി. ഓക്കെ, നിതിൻ അംബുജനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.